ഹലോ ഫ്രണ്ട്സ്, മദർ വച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എമ്പുരാന്റെ ബുക്കിംഗ് ഇന്ന് 9 മണി തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം തൊട്ട് ഞങ്ങൾ ചെയ്യാനിരിക്കും, ഇതുവരെ കിട്ടിയിട്ടില്ല. അത്ര ഹെവി ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സൈറ്റും കാര്യങ്ങളും എല്ലാം സ്ലോ ആണ്. അത്ര ബുക്കിങ്ങിന്റെ ഇതുകൊണ്ടാണ് അത് നടക്കാതിരിക്കുന്നത്. ഞങ്ങൾ 9 മണി തൊട്ട് നോക്കിയിരിക്കുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഒരു തിയേറ്ററിന്റെ സൈറ്റോ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയോ ഒന്നും വർക്കാവുന്നില്ല. അത്ര ക്രാഷ് ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര ബുക്കിംഗ് ആണ് നടക്കുന്നത്. ഇത് കാണുമ്പോഴേ അറിയാം, നമ്മുടെ മലയാളത്തിൽ ഇന്നേ വരെ ഒരു സിനിമ ഇതുപോലെ ബുക്കിംഗ് കാരണം സൈറ്റോ കാര്യങ്ങളോ ഒന്നും സ്ലോ ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്ര ഹെവി ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതായത് നമുക്കറിയാം, ഈ ലിയോ ആയിരുന്നു ഇതിനു മുമ്പ് ഇതുപോലെ ബുക്ക് മൈ ഷോയും തിയേറ്ററിന്റെ സൈറ്റും എല്ലാം ബ്ലോക്ക് ചെയ്തൊരു സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം അത്ര ഹൈപ്പായിരുന്നു ലിയോയ്ക്ക്. കാരണം ലിയോയുടെ ടിക്കറ്റും ഇതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയപ്പോൾ തൊട്ട് കിടന്ന് ഭയങ്കര ഒരു ബ്ലോക്ക് ആയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ലിയോയ്ക്ക് സംഭവിച്ചത്. അതേ അവസ്ഥ നമുക്കിപ്പോൾ എമ്പുരാന് കിട്ടിയത്. അത് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ഇതാണ്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര ഹെവി ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ കേരളത്തിൽ ലിയോ ഇട്ട ഫസ്റ്റ് ഡേ നമ്മുടെ എമ്പുരാൻ തൂക്കും എന്ന കാര്യത്തിൽ ഉറപ്പായി ഇതിനോടകം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ടിക്കറ്റ് റെഡിയാവാൻ. എന്നാൽ ഇതുവരെ അത് റെഡി ആയിട്ടില്ല. അത്ര ഹെവി ബുക്കിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് തിയേറ്ററിലാണ്, ഏത് സ്ഥലമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെല്ലാ മലയാളികളും എല്ലാ സിനിമാ പ്രേമികളും മാർച്ച് 27-ലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എമ്പുരാന് വേണ്ടി മച്ച് വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാം, പൊളിക്കാം. എന്തായാലും എമ്പുരാൻ്റെ ആ പവറിൽ നമുക്ക് എന്തായാലും ഞങ്ങളും വെയിറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങളും വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് നിങ്ങൾ വേഗം ബുക്ക് ചെയ്യും. നമുക്ക് മാർച്ച് 27-ന് എമ്പുരാൻ തിയേറ്ററിൽ തന്നെ പോയി കാണാം.